ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഞായറാഴ്ച ആരംഭിച്ചതു മുതൽ ബിഗ് ബോസിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ചില മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധി. ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ട്രെൻഡിംഗ് ആയി നിന്ന വ്യക്തിയാണ് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതോടെ ബിഗ് ബോസിൽ രേണുവിൻ്റെ ഗെയിം എങ്ങനെയാകുമെന്ന് കാണാൻ പല പ്രേക്ഷകരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ആ ദിവസം, അതായത് എൻ്റർ ചെയ്ത ആ ദിവസം ടാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും രേണു കാര്യമായി അതിൽ സജീവമായി പങ്കെടുത്തില്ല എന്ന് പറയാം. മാത്രമല്ല, ആ സമയങ്ങളിലൊക്കെയും രേണു ഒറ്റപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ രേണുവിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയോ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പുറത്തുനിന്നുള്ള സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം നല്ല ബോധ്യമുള്ള മത്സരാർത്ഥികളായതുകൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും ഒരു കോമൺ എനിമി എന്ന രീതിയിൽ അല്ലെങ്കിൽ കാര്യമായി അദ്ദേഹത്തോട് ഇൻ്ററാക്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ പല മത്സരാർത്ഥികളും രേണുവിൽ നിന്ന് ഒരല്പം അകലം പാലിച്ചിരുന്നു. മാത്രമല്ല, രേണുവിൻ്റെ സൈഡിൽ നിന്നും അന്ന് വൈകുന്നേരം നടന്ന റേസിംഗ് സ്റ്റാർ ബാൻഡിന് വേണ്ടിയുള്ള മത്സരത്തിലും കാര്യമായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. അതിൽ കാര്യമായി ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ചിലരോട് പറയുകയും ചെയ്തു. ഏതാണ്ട് ഒരു ഇനാക്റ്റീവായ രീതിയിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു ആ ദിവസം അവസാനം വരെ രേണു ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച പുറത്തുവിട്ട എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ കോമണറായി എത്തുന്ന അനീഷിൻ്റെ ഗെയിം കൂടുതൽ ശക്തി പ്രാപിക്കുകയും എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുകയും എല്ലാവർക്കും ഒരു കോമൺ ശത്രു എന്ന നിലയിൽ വളരാനുള്ള അനീഷിൻ്റെ ഗെയിം ശക്തി പ്രാപിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഫലമായി രേണുവിനോട് മറ്റു മത്സരാർത്ഥികൾക്കുണ്ടായിരുന്ന അകലം വളരെ കുറഞ്ഞു എന്ന് പറയുന്നതാകും ശരി. ഒന്നാം ദിവസം രാവിലെ മുതൽ രേണുവിനെ മറ്റു മത്സരാർത്ഥികൾ കാര്യമായി പരിഗണിക്കുകയും ഇവർ ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഗെയിമിൽ ഇൻവോൾവ്മെൻറ്റ് നടത്തുന്ന കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും മത്സരാർത്ഥികൾക്കിടയിലുള്ള സംഭാഷണങ്ങളിലും മിംഗ്ലിങ്ങിലും എല്ലാം രേണുവിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നു. ഒരുപക്ഷെ അനീഷിൻ്റെ ഗെയിമിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് മത്സരാർത്ഥികൾ അനീഷിനെതിരെ തിരിഞ്ഞത് ഒരു പരിധിവരെ രേണുവിന് സഹായമായി എന്ന് പറയാം. പിന്നീട് ഈ ദിവസത്തിൻ്റെ വൈകുന്നേരത്തിലേക്ക് എത്തുമ്പോൾ മറ്റു ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി ഷോയുടെ ശ്രദ്ധാകേന്ദ്രമായി കുറേ സമയമെങ്കിലും നിൽക്കാനും വീട്ടിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറാനുമൊക്കെ രേണുവിന് കഴിയുന്നുണ്ട്. മാത്രമല്ല, ബിഗ് ബോസ് പുറത്തുവിട്ട പ്രമോയുടെ ഭാഗമാകാനും രേണുവിന് കഴിഞ്ഞു. മുൻപോട്ട് വരും തോറും രേണു മത്സരാർത്ഥികൾക്കൊപ്പം കൂടുതൽ ആക്റ്റീവായി വരുന്നു. അതേസമയം ബിഗ് ബോസ് വീട്ടിൽ ആദ്യ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ആ നോമിനേഷൻ ലിസ്റ്റിൽ രേണു ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ആഴ്ച പ്രേക്ഷകരുടെ വോട്ട് നേടുക എന്നതും രേണുവിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അതിനിടയ്ക്ക് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ലൈവിൻ്റെ സമയത്ത് ചില പരാമർശങ്ങളും രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതും രേണുവിൻ്റെ പുറത്തുള്ള വോട്ടിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രേണു ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലാണോ രേണു ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ.